പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് നാളായി എണ്ണപ്പലഹാരം ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വയസ്സായിട്ടുള്ള കാരണം. പക്ഷെ അപ്പു ഉണ്ടല്ലോ, ഇടയ്ക്ക് ഞാനപ്പോൾ ആവിയിൽ വേവിച്ചൊക്കെ പലഹാരം കൊടുക്കുക. അപ്പോൾ അവന് ഒന്ന് വറവ് പലഹാരം ആവട്ടെ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മൈദ ഇട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പഞ്ചസാര, ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കായുടെ പൊടി. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് മുക്കി അതിലേക്ക് നമ്മുടെ പഴം ഇതിൽ മുക്കിയിട്ട് വേണം എണ്ണയിലിടാൻ. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മളത് കലക്കാൻ. ഇതാണ് നമ്മൾ അതിൻ്റെ പാകം. മുക്കുമ്പോൾ അതിന് പിടിക്കണം, അതുപോലെയുള്ള ഒരു പാകത്തിനാണ് നമ്മളിത് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയി വരുന്നത് വെള്ളം ഞാൻ എൻ്റെ കയ്യിൽ മുക്കാനാണ് ഇതാകാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി. ഞാൻ മുക്കിയിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ ഞാൻ സോഡാപ്പൊടി ഇല്ലില്ല, അല്ലെങ്കിലും നല്ല രസമായിട്ട് വരും. ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സോഡാപ്പൊടി ചേർക്കാറില്ല. കൊച്ചിന് കുഞ്ഞിയെ കുറിച്ചൊക്കെ ഉള്ളതല്ല, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് കൈയൊന്നും ഇതാക്കാനുള്ളതാണ് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. അപ്പോൾ അത് എളുപ്പമുണ്ട്. നമ്മളൊന്ന് മറിച്ചിടാം. പോള പോലെ വന്നുണ്ട്. അതിനിപ്പോൾ സോഡാപ്പൊടി ഇടണമെന്നില്ല, നല്ല വരും, നല്ല രസമായിട്ട് പൊന്തി വരും. വേണ്ട, നല്ല രസമായിട്ട് വരും. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണോ, കാരണം അവന് അത്യാവശ്യം തടിയുണ്ട് വെച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പലഹാരങ്ങളാകുമ്പോൾ അല്ലാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി പിടിച്ചൊക്കെ അങ്ങനെ ചെല്ലുന്നുണ്ട്. കുറേ തടിയായാലും കുട്ടികൾക്ക് പാടാണ്, പിന്നെ അത് കുറയില്ല. അപ്പു നന്നായി ഓടി കളിക്കുന്ന കുട്ടിയായാലും കുഴപ്പമില്ല, എന്നാലും തടി വയ്ക്കുന്ന പ്രകൃത. അപ്പൂന് ഇഷ്ടമുള്ളൊരു പലഹാരമാണ്, വേറെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായി
രണ്ടാമത്തെ ഓടുക. മുക്കിയിട്ട് കുറച്ച് വാട്ടിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നേരത്തെ വെളിച്ചെണ്ണയൊക്കെ എന്നെ പോലെ 60 കഴിഞ്ഞവർക്ക് വലിയ പ്രശ്നമുള്ളൊരു കാര്യം. വെളിച്ചെണ്ണയിലെ ഉണ്ടാക്കണം. അത് ഇന്നില്ലാന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ കാണുമ്പോൾ തിന്നു പൈസ ഇതൊന്നും നോക്കില്ല. നോക്കിയിട്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.